CPM-ന്റെ സംഘടനാ വൊക്കാബുലറിക്കകത്ത്, അവരുടെ ഒരു പാർട്ടി സംഘടനയ്ക്കകത്ത്, എക്സർസൈസിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള രണ്ട് വാക്കുകളായിരുന്നു. ഒന്ന് വിമർശനം, മറ്റൊന്ന് സ്വയം വിമർശനം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ, പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, ഇടയ്ക്ക് പാർട്ടിയുടെ പ്ലീനം പോലെയുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയയൊക്കെ നടക്കുന്ന സമയത്ത് CPM ആ പ്രോസസ് നടത്തിയിരുന്നു. ഒരു കാലഘട്ടത്തിൽ അവരത് നടത്തിയിട്ടുണ്ട്, വിമർശനവും സ്വയം വിമർശനവും. എന്നാൽ ഇപ്പോൾ പാർട്ടിക്ക് സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പ്രസ്ഥാനം തോറ്റു എന്നത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോകണം എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. തോമസ് ഐസക് മറ്റൊരർത്ഥത്തിൽ അത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. ഘടകകക്ഷിയായ CPI-യുടെ നേതാക്കന്മാർ അത് പറയുന്നുണ്ട്. പക്ഷെ ഇതിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സമീപനം എന്തായിരിക്കും എന്നാലോചിക്കുമ്പോൾ ഒന്ന് രണ്ട് സൂചനകൾ നമ്മുടെ മുൻപിലുണ്ട്. ഒന്നിപ്പോ കൂർലോസ് തിരുമേനി, അദ്ദേഹത്തെ നമുക്കറിയാം, ഏതെങ്കിലും നിലക്ക് CPM-നോടോ ഇടതുപക്ഷത്തോടോ ശത്രുതാപരമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ള ആളേ അല്ല അദ്ദേഹം. മറിച്ച് നിർണായകമായ പല സന്ദർഭങ്ങളിലും പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളോട്, ഇടതുപക്ഷത്തോട് വളരെ ആയ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരാൾ. നേരത്തെ ഇടതുപക്ഷത്തെ അകാരണമായി വിമർശിച്ച ഒരു പാരമ്പര്യവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ്? ചില സംഗതികളിൽ തിരുത്തൽ വരേണ്ടതുണ്ട്. ഒരു പ്രളയത്തെ മാനേജ് ചെയ്തതിന്റെയോ ഒരു മഹാമാരിയെ മാനേജ് ചെയ്തതിന്റെയോ ഒരു ആനുകൂല്യം ഇനി കിട്ടാനില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ, അത്രയും നാളത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ ഒരു ചരിത്രത്തെ തെല്ലും പരിഗണിക്കാതെ വിവരദോഷി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സഖാവ് പിണറായി വിജയൻ അഡ്രസ് ചെയ്യുമ്പോൾ അതിനകത്ത് മെസ്സേജ് കൃത്യമാണ്. നിങ്ങളുടെ കൂടെ പതിറ്റാണ്ടുകളായി നിലയുറപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ, അയാൾ ആദ്യമായി നിങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ആ ആദ്യത്തെ വിമർശനം പോലും നിങ്ങൾക്ക് സ്വീകാര്യമല്ല. അത് അസഹിഷ്ണുതയാണ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, നിങ്ങൾക്കെതിരെ ആദ്യമായ ഒരു വിമർശനം ഉന്നയിക്കുന്നു, അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല. ആ സൂക്കേടിന്റെ പേരെന്താണ്? ആ രോഗത്തിനെയാണ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഫാസിസ്റ്റ് മനോഭാവം എന്ന പേരിട്ട് വിളിക്കുന്നത്. അതേ സമീപനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള നിയമസഭയ്ക്കകത്ത് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം CPM-നെ കേരളത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന ഈ കാലഘട്ടം CPM എന്ന പാർട്ടിയുടെ വർഗ സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ഈ പാർട്ടി ലോകമെങ്ങും വിളങ്ങിയിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന് തിരുവാതിരപ്പാട്ട് പാടി സ്ത്രീകൾ നൃത്തം ചെയ്യുമ്പോൾ ബാഹുബലി സിനിമയിലെ രാജാവിനെ പോലെ സിംഹാസനത്തിൽ ഇരുന്ന് അത് തലയാട്ടി കാണുന്ന മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പോയത് ഇന്നല്ല, 4-5 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് തിരുത്താത്തതിന്റെ ഗതികേടാണ് ഇപ്പൊ CPM അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന നേതാവിനെ തിരുത്താനുള്ള ആഭ്യന്തര ആരോഗ്യം, ഉൾക്കരുത്ത് CPM എന്ന പാർട്ടി സംഘടനയ്ക്കകത്ത് അവശേഷിക്കുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചുവരവ് സാധ്യമല്ല.